നമസ്കാരം, എല്ലാവർക്കും വിൻമേ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു സ്പെഷ്യൽ ഫിഷ് ഫ്രൈ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് മസാല റെഡിയാക്കാം. ആദ്യം തന്നെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ പുളിവെള്ളത്തിലാണ് ഈ മിക്സ് ഞാൻ റെഡിയാക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കി കുറച്ചായിട്ട് പുളി ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് റെഡിയാക്കണം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിക്കണം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇത് പുളിവെള്ളം നന്നായിട്ട് ഒഴിച്ച് നല്ലൊരു പേസ്റ്റ് പോലെ ആക്കിയെടുക്കാം. നമുക്ക് മസാല നന്നായി ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് മീൻ ഇട്ടിട്ട് നന്നായിട്ട് മീനിലേക്കൊന്ന് പുരട്ടി കൊടുക്കാം. നല്ലവണ്ണം തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. അതിൻ്റെ ഓരോരോ വരയിലും ഉൾഭാഗത്തും എല്ലാം നന്നായിട്ട് നമുക്ക് തേച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ മീൻ നന്നായിട്ട് മസാല പുരക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 2 മണിക്കൂർ നമുക്ക് മാരിനേഷനോട് വെക്കാം. അതിനുശേഷം ഫ്രൈ ചെയ്തെടുക്കാം. മാരിനേഷന് വെച്ചിട്ട് ഒരു 2 മണിക്കൂർ ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ഇരുമ്പിൻ്റെ പാനിട ഞാൻ വെച്ചിട്ടുണ്ട്. അത് നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് ആദ്യം നമുക്ക് കുറച്ച് കറിവേപ്പില ഒഴിച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിൽ മീൻ വെച്ച് കൊടുക്കാം. മീൻ ഒരു ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. മീനിവിടെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നല്ലോണം മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും എല്ലാം ചെയ്യണേ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും കൂടി വേണം. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.